Okay, namaskaram. So, good evening to one and all. And I'm very happy to be here to share some of the pieces of information which I have gathered after going through the new education policy. But then, as an introduction, I would like to congratulate the office bearers of this particular organization to conduct such a very useful and fertile discussion on these types of things, because we are going to be controlled by this particular NEP 2020 for the next coming minimum 3 decades. അപ്പോൾ ഞാൻ മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് പറയാം എന്നാണ് ഇതിൻ്റെ ഭാരവാഹികളായിട്ട് നേരത്തെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ശേഷമാണ് ഒരു 3-3.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഏറെ ഡിസ്കഷൻ, കാരണം ഈ ഡിസ്കഷൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് ഞാനും ഭാഗവാക്കായിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ ഹ്യൂമാനിറ്റീസ് വകുപ്പിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഒക്കെ സമാഹരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളുമായിട്ട് എന്നെയാണ് യൂണിവേഴ്സിറ്റി ഏൽപ്പിച്ചത്. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ടു ഹാവ് എ വെരി ഹെൽത്തി ഡിസ്കഷൻ വിത്ത് മൈ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി. അതിലന്ന് ഉയർന്നു വന്ന ചില പ്രശ്നങ്ങൾ, അത് ആ ഡ്രാഫ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വളരെ നന്നായി ചർച്ച ചെയ്യുകയും ചില കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ എന്തൊക്കെ തരത്തിൽ മാറ്റണം അല്ലെങ്കിൽ ചെയ്യണമെന്നുള്ള തരത്തിലുള്ള ഡിസ്കഷൻസിലൊക്കെ ഞങ്ങൾ ഒരു കോൺസെൻസസിലെത്തി. അത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിന് കൈമാറി. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കിടക്കുന്ന ഈ ഇപ്പോഴത്തെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒരുപാട് കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക്ക് 2 ഏരിയയാണ്. ദാറ്റ് ഈസ് ഈ ഹയർ എഡ്യൂക്കേഷൻ ഏരിയയിൽ ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ആണ് ഈ ലൈവിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ചർച്ച ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. അഭിപ്രായങ്ങൾ ഉണ്ടാവണം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണം. ബിക്കോസ് ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. നമ്മുടെ ഡെമോക്രസിയിലുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ഹാവ് ദ ഡെമോക്രസി ടു ഡിസെൻറ്റ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുള്ള, അതിൻ്റെതായ രീതിയിൽ പറയാനുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ഒരല്പം ക്രിട്ടിക്കലായിട്ട് ചില അവസരങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഡിസ്കഷൻസിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കും. ഏതായാലും ഈ 10-35 വർഷത്തിന് ശേഷം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ പ്രത്യേക, കാരണം ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഭാവി നിർണ്ണയിക്കുന്നത് അത് ആ രാഷ്ട്രത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പദ്ധതികളുടെ രൂപീകരണത്തിലാണ്. 35 വർഷം പഴക്കമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് ഞാൻ പറയില്ല. കാരണം ഈ 3.5 പതിറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിച്ച അന്നത്തെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ആണ് ഇത്രയും കാലം നടന്നു പോയതെങ്കിലും ആവശ്യമായ മാറ്റങ്ങൾ ഇടയ്ക്കിടെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളും കമ്മീഷനുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ NEP 2020 ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ. അതിനു മുമ്പേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യയുടെ യൂത്ത് പോളിസി, യുവജന പോളിസി എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഡ്രാഫ്റ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി ഞാൻ വ്യത്യസ്ത കോളേജിലുള്ള വിദ്യാർത്ഥികളുമായി ഞാൻ ചെന്നൈയിലുള്ള രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പൈലറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അന്നത്തെ ആ മീറ്റിങ്ങിലായിരുന്നു ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ വിവിധ വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തിട്ട് എന്തായിരിക്കണം നമ്മുടെ യുവജന നയം എന്നുള്ളത് തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഒരു 3 ദിവസത്തെ പരിപാടിയായിരുന്നു. ഞാനടക്കം വ്യത്യസ്ത സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ അധ്യാപകരുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ എനിക്ക് വളരെ
ഞാൻ ഇന്നും നന്നായി ചെറിഷ് ചെയ്യുന്നൊരു മെമ്മറിയാണ്. ഏർലി മോർണിംഗ് ഞങ്ങൾ ആ ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ ആ അതിൻ്റെ ആ ഭാഗത്ത് എവിടെയുള്ളൊരു സ്കൂളിലെ ഒരു ചെറിയ പെൺകുട്ടി, എനിക്ക് തോന്നുന്നു സംടൈംസ് ഷീ മേ ബി ഇൻ ഹെർ ക്ലാസ് ഓഫ് 3rd or 4th, 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടാണ്. ഈ യൂണിഫോമൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി ബാഗൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നല്ല ചുറുചുറുക്കോടെ നടന്നു വരുമ്പോൾ ഞാനടക്കമുള്ള കുറച്ച് ടീച്ചേഴ്സ് രാവിലെ ഇങ്ങനെ ഒരു മോർണിംഗ് വാക്കും കുറച്ച് രാവിലെ തന്നെ പരദൂഷണം എന്നുള്ള നിലയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി പ്രൊഫസർ, ഇഫ് മൈ മെമ്മറി ഈസ് റൈറ്റ്, ഷീ ബിലോങ്സ് ടു ഒറീസ. അവരെന്നോട് പറഞ്ഞു, ഇഫ്തിഖാർ, നമുക്കൊന്ന് ഇവരൊന്ന് ടീസ് ചെയ്താലോ ഈ കുട്ടിയെ. ഞാൻ പറഞ്ഞു, ടീച്ചറെ വെറുതെ പണി ചോദിച്ച് വാങ്ങണ്ട. അങ്ങനെ ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ ലേഡി പ്രൊഫസർ നല്ല കാര്യങ്ങൾ ചോദിച്ചു. ഹായ്, ഹൗ ആർ യു, വാട്ട്സ് യുവർ നെയിം, വെർ ആർ യു ഗോയിങ്, ഓൾ ദീസ് തിങ്സ്. പെട്ടെന്ന് തന്നെ ദർ വാസ് എ റാപ്പോ, ദ റാപ്പോ ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ഓൾസോ ദിസ് ടീച്ചർ. ഞങ്ങളിങ്ങനെ ചുറ്റുപാറ്റിൽ നിന്നു. അവസാനം ഈ ടീച്ചർ പല കാര്യങ്ങളും ചോദിച്ചു. ആരെയാണ് ഏറ്റവും ഇഷ്ടം? അപ്പോൾ ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ആ മോള് പറഞ്ഞത്, പിന്നെ എനിക്ക് ഗ്രാൻഡ് പായാണ് ഏറ്റവും ഇഷ്ടം, അപ്പൂപ്പനാണ് ഇഷ്ടം. അപ്പോൾ ടീച്ചർ ചോദിച്ചു, വൈ യു ആർ ദാറ്റ് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഗ്രാൻഡ് പാ? അപ്പോഴാണ് പിന്നെ കുട്ടി പറയുന്നത്, ഹീ നോർമലി ടെൽസ് മീ ഗുഡ് സ്റ്റോറീസ്, ബെഡ് ടൈം സ്റ്റോറീസ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നല്ല കുറേ കഥകൾ പറയും. അപ്പോൾ കഥകൾ പറയുമ്പോൾ ഏത് തരം കഥകളാണ് പറയാം? അപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ ജാതക സ്റ്റോറീസ്, മഹാഭാരത, രാമായണ ആൻഡ് ബുദ്ധ, ദീസ് ടൈപ്സ് ഓഫ് ഈവൻ ഫേബിൾസ്, ഈസോപ്പ്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, ഞങ്ങൾക്ക് നോക്കണേ, ഇതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളവിടെ കൂടിയിട്ടുള്ളത്. അതിൽ പെട്ടെന്ന് ഒരു കുട്ടി ഈ ടീച്ചർ ചോദിച്ചു, ഈ കഥ പറയുന്നതിൽ മോൾ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ്? അപ്പോഴാണ് കുട്ടി പറഞ്ഞത്, എല്ലാ കഥ പറഞ്ഞു കഴിഞ്ഞാലും അപ്പൂപ്പൻ്റെ ഒരു ചോദ്യം ചോദിക്കും. ആൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? ഈ കഥയുടെ ഗുണപാഠം എന്താണ്? അപ്പോൾ ഇത് ഈ ടീച്ചർ ചോദിച്ചപ്പോൾ എന്താ ചോദ്യത്തിനൊരു കുഴപ്പം? അപ്പോഴാണ് കുട്ടി പറഞ്ഞത്, ദാറ്റ് ഈസ് വെരി ഓൾഡ് ആൻഡ് ട്രഡീഷണൽ ക്വസ്റ്റ്യൻ. നോക്കണം, ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ അന്നത്തെ ആ യുവജന പോളിസിയുടെ ഭാഗമായിട്ടുള്ള ഡ്രാഫ്റ്റിൻ്റെ പണിയിലേക്ക് ഇറങ്ങുന്നത്. കാരണം ഞാൻ പറഞ്ഞ ഈ ടീച്ചറും ഉൾപ്പെടുന്ന വിഭാഗം, വി ബിലോങ് ടു 2G, സെക്കൻഡ് ജനറേഷനാണ്. ദ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഡിസൈഡഡ് ബൈ 1G. 1ാം ജനറേഷനിലുള്ള ആൾക്കാർ, വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അവരൊരു പദ്ധതി കൊണ്ടുവരുന്നു. ആ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നെപ്പോലുള്ള ഞാനടക്കമുള്ള അധ്യാപകർ ഹു ബിലോങ് ടു 2G. ഇത് എത്തുന്നത്, ഇറ്റ് ഈസ് എ ജനറേഷൻ ഓഫ് 3G. ഇനി വേണം നമുക്ക് 4G എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാലത്ത് 3ാമത്തെ ജനറേഷൻ അല്ലെങ്കിൽ 3G ജനറേഷനിലേക്ക് കഥകൾ എത്തുമ്പോൾ ആ 3G ജനറേഷനിൽ കഥ കേൾക്കുന്ന കുട്ടിയാണ് പറയുന്നത്, ഐ ഡോണ്ട് ലൈക്ക് ടു ഗെറ്റ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഇത്രയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു അനുഭവം ഞാനിവിടെ പറയാൻ കാരണം, നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിരുന്നു ഇത്. അതായത് ഇപ്പോൾ പിന്നെ ഇതിൽ ഞാൻ ഇപ്പോഴത്തെ ഈ NEP 2020 ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്, ഈ കമ്മിറ്റിയിൽ എഡ്യൂക്കേഷനിസ്റ്റുകൾ മാത്രമല്ല ഉള്ളത്. കാരണം എഡ്യൂക്കേഷനിസ്റ്റുകൾ മാത്രമാകുമ്പോൾ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു പോളിസിയിലേക്ക് പോകും. ഒരുപാട് കസ്തൂരിരംഗൻ, നമുക്കറിയാം, കസ്തൂരിരംഗൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഡ്യൂക്കേഷനേക്കാൾ കൂടുതൽ മറ്റ് മേഖലകളിൽ പ്രാഗൽഭ്യം ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ ഒരു കോൺഫ്ലുവൻസ് ഓഫ് മെനി ഡിഫറെൻറ്റ് പീപ്പിൾ, അങ്ങനെയുള്ള ആൾക്കാർ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഞാനിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫെസിലിറ്റി ആയിരിക്കില്ല ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുക. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കില്ല ഒരു കോളേജിലുണ്ടാവുക. ഇങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും NEP 2020 പറഞ്ഞിരിക്കുന്ന ഏകദേശം പല കാര്യങ്ങളും ഞങ്ങൾ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്തു.
കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. പല കാര്യം ഇൻക്ലൂഡിങ് ഓൺലൈൻ ടീച്ചിങ്. അതുകൊണ്ട് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു ബഹളം ഞങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് വി ആർ ഓൾറെഡി ഫെമിലിയർ ടു ദാറ്റ്. പക്ഷേ ഈ ഒരു സാധനത്തിൽ വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എക്യുപ്പ് ചെയ്യപ്പെടേണ്ടത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ നട്ടെൽ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ടാണ് വി നോർമലി കോൾ ദ സ്റ്റുഡൻസ് ആസ് എ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നട്ടെൽ വിദ്യാർത്ഥിയാണ്. അതേ സമയത്ത് ഈ നട്ടെല്ലിന് പുറം കവചമുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേശികളിൽ ഒന്നാണ് ടീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ള ഈ പ്രത്യേക മേഖലയിലേക്ക് NEP 2020 ഈ ദേശീയ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ചില ഒബ്സർവേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇതിൽ ചില പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ, ഇന്നത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനെ വാർത്തെടുക്കുക എന്നൊക്കെ നമ്മൾ സാഹിത്യപരമായിട്ട് പറയുന്ന ഒരു ടീച്ചർ. കാരണം ടീച്ചറുടെ റോള് മാറി. കാരണം നമ്മുടെ പഴയ സിസ്റ്റത്തിൽ, ഗുരുകുല സിസ്റ്റത്തിൽ ഗുരു എന്ന വാക്ക് തന്നെ വരുന്നത് ഗുവിനെ രോധിക്കുന്നവനാണ്. ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. രോധിക്കുക എന്ന് പ്രതിരോധിക്കുക, മായ്ച്ചു കളയുക. ഇരുട്ടിനെ മായ്ച്ചു കളഞ്ഞ് അവന് വെളിച്ചം പ്രദാനം ചെയ്യുന്നവനാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വശം. അത് മാറിയിട്ടിപ്പോൾ നമുക്കിന്ന് അറിയാം. കാരണം ഒരു ഡിഗ്രി കഴിയുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നു. ആ കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെ കുട്ടികൾ പ്രത്യേകിച്ചിട്ട് ഒരു ഭൂരിപക്ഷം വിചാരിക്കുന്നു ടീച്ചിങ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലിയാണ്. അങ്ങനെ ടീച്ചിങ് ഇതിന് പോകുന്നു. BEd കോഴ്സ് വേണം. BEd കോഴ്സിന് പോകുമ്പോൾ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് 10 മാസം കൊണ്ട് തീരുന്ന BEd കോഴ്സ് ഉണ്ടായിരുന്നു. സെഷണൽ BEd എന്നായിരുന്നു എൻ്റെ പേര്. അത് ഏകദേശം 96-97 1997 ആ ഒരു സെഷണൽ BEd സെൻറ്റേഴ്സ് ഗവൺമെൻറ് അടച്ചു. ഞാനൊക്കെ BEd ചെയ്യുന്ന സമയത്ത് അത് 1 ഇയർ പ്രോഗ്രാമായിരുന്നു. ആ 1 ഇയർ പ്രോഗ്രാമിൽ വി ഹാവ് 5 ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. അതായത് 3 കോമൺ സബ്ജക്ട്സ്: എഡ്യൂക്കേഷൻ സൈക്കോളജി, എഡ്യൂക്കേഷണൽ ഫിലോസഫി, ഇന്ത്യൻ എഡ്യൂക്കേഷൻ. പിന്നെ ഞാൻ ഓരോ ആൾക്കാരുടെ സബ്ജക്റ്റും, ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട 2 പേപ്പേഴ്സ്. അത് കഴിഞ്ഞു ട്രെയിൻഡായി. സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് പരിശീലനം നമുക്ക് കിട്ടി എന്നാണ് നമ്മൾ വെച്ചത്. 2 മാസത്തോളം ഈ കോളേജ് അനുവദിക്കുന്ന തൊട്ടടുത്ത ഏതെങ്കിലും സ്കൂളിൽ പോയി ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പേരായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട്. ഈ ടീച്ചിങ് പ്രാക്ടീസ് ഇതിനൊക്കെ കുറേ തമാശകളുണ്ട്. പറഞ്ഞാൽ തീരാത്തത്രയും തമാശകൾ ഇതിൻ്റെ അനുഭവമായിട്ടുണ്ട്. അത് കഴിഞ്ഞു നമ്മൾ BEd കഴിഞ്ഞ് ഇറങ്ങിയിട്ട് സ്കൂളുകളിലേക്ക് പോകുന്നു. ഇത് ഡ്രൈവിംഗ് പോലെയാണ്. കാരണം നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഓടിച്ചാൽ മാത്രമേ ലൈസൻസ് കിട്ടൂ. മാരുതി എന്നുള്ളത് 2 പ്രാവശ്യം തിരിച്ചാൽ തലതിരിഞ്ഞ് വരും. എന്നിട്ട് റിവേഴ്സ് എടുത്താൽ ഓട്ടോമാറ്റിക്കലി 8 എന്ത് വേണമെങ്കിൽ വരക്കാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നത്. റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ശരിയായ പ്രശ്നങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ 2 തരം ടീച്ചേഴ്സാണ് ഇന്ത്യയിലുള്ളത്. ആദ്യത്തെ വിഭാഗത്തിനെ ടീച്ചേഴ്സ് ബൈ ചാൻസ് എന്ന് പറയും. ബൈ ചാൻസിലൂടെ ടീച്ചേഴ്സായി പോയത്. രണ്ടാമത്തേത് ടീച്ചേഴ്സ് ബൈ ചോയ്സ്. സ്വയം അധ്യാപകനോ അധ്യാപികയോ ആകണമെന്നുള്ള തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പഠിച്ച് ബൈ ചാൻസിലല്ലാതെ ബൈ ചോയ്സ്. NEP 2020 ഒരു പ്രത്യേകത ഒരു ആമുഖമായി പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ടീച്ചേഴ്സ് ബൈ ചാൻസുകാരെയല്ല, ടീച്ചേഴ്സ് ബൈ ചോയ്സുകാരെയാണ്. ഇത് ഞാൻ പറയാൻ കാരണം 2030 ഏകദേശം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കൂണുകൾ പോലെ നിൽക്കുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഗോയിങ് ടു ബി അക്കൗണ്ടബിൾ. ഓരോ വർഷവും ഗവൺമെൻറ് മെക്കാനിസം കറക്റ്റായിട്ട് പരിശോധിച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് അധ്യാപകരെ ഈ സ്ഥാപനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2030 അതിനെ പൂട്ടിക്കോളും എന്നാണ് NEP 2020 ആമുഖമായിട്ട് ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്.
അപ്പോൾ ഈ എവിടെയാണ് നമുക്ക് പാളിച്ച വന്നത്, അല്ലെങ്കിൽ ഈ 35 വർഷത്തെ അല്ലെങ്കിൽ 3.5 പതിറ്റാണ്ടിനിടയിലൂടെ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് നമ്മൾ പോയപ്പോൾ നമുക്ക് വന്ന പാളിച്ചകളിൽ പ്രധാനമായിട്ടും വന്ന പാളിച്ച ഒന്ന്, ഹയസ്റ്റ് ക്വാളിറ്റി ട്രെയിനിങ് വാസ് ലാക്കിംഗ്. നല്ല ഗുണമുള്ള തരത്തിലുള്ള പരിശീലനം കുറവാണ്. അത് ഏതൊക്കെ മേഖലയിലാണ് കുറവുള്ളത്? വൺ ഈസ് കോണ്ടന്റ്, ഉള്ളടക്കം. ദി അതർ വൺ ഈസ് പെഡഗോജി. എങ്ങനെയാണ് ഈ സാധനം ട്രാൻസാക്ട് ചെയ്യേണ്ടത്? ഒരു ക്ലാസ് റൂമിൽ ഞാനിപ്പോൾ നിങ്ങളോട് ലൈവ് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ മുമ്പിൽ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഞാൻ എങ്ങനെയാണ് എനിക്ക് തന്ന ലഭ്യമായ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെ തീർക്കണം? പിന്നെ പരിശീലനം എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്ന് പറഞ്ഞ ഈ വേർഡ് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞു ഗുരു എന്നിൽ നിന്ന് മാറി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ടീച്ചേഴ്സ് ക്യാൻ ബി മെൻറ്റേഴ്സ്, വഴികാട്ടികളാണ്. ടീച്ചേഴ്സ് ക്യാൻ ബി ഫെസിലിറ്റേറ്റേഴ്സ്, സൗകര്യമൊരുക്കുന്നവരാണ്. കാരണം ഞാൻ ഒരു ലെസൺ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ വിദ്യാർത്ഥികൾ മിടുക്കരാണെങ്കിൽ ദേ ക്യാൻ ബി വെരി വെൽ പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു അധ്യാപകൻ കുറച്ച് ചങ്കിടിപ്പോടുകൂടിയേ പോകും. കാരണം സ്ഥിരം പറയുന്ന സാധനം പറഞ്ഞാൽ പോരാ. സോ ഓട്ടോമാറ്റിക്കലി ദ ക്വസ്റ്റ്യൻ കംസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഇപ്പം ഈ നോളജ് എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എവ്രിതിങ് അറ്റ് എ സിംഗിൾ ക്ലിക്ക് അവേ. ഈ സ്മാർട്ട് ഫോണിന് മേളിലൊന്ന് വിരലുകൊണ്ട് ഞെക്കിയാൽ എല്ലാ കാര്യങ്ങളും, ലോകത്തിലെ മുഴുവൻ വിവരങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടുന്നൊരു കാലമാണ്. ആ കാലത്തിൽ വലിയൊരു നോളജിൻ്റെ ഫാക്ടറി മാത്രമാണ് ടീച്ചർ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അത് NEP 2020 ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ്, അതുപോലെ തന്നെ ഒരു വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു ടീച്ചിങ് ലൈൻ. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ്, എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് ആ കാലമൊക്കെ മാറി. അതുകൊണ്ടാണ് വളരെ സ്പെസിഫിക് ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ NEP 2020 പറയുന്നത് ഇപ്പോഴുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഗോയിങ് ടു ബി ചേഞ്ച്ഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു മൾട്ടി ഡിസിപ്ലിനറി കോളേജസ്, MDC എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ പദം ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കുമായിരിക്കും. മൾട്ടി ഡിസിപ്ലിനറി കോളേജസ് ആൻഡ് ഓൾസോ ദ സെയിം തിങ് ഈസ് ഗോയിങ് ടു ബി ഗിവൺ ടു യൂണിവേഴ്സിറ്റീസ്. കാരണം നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകളുടെ പരിതാപകരമായ അവസ്ഥ, പ്രത്യേകിച്ച് കേരളമാണ് ഏറ്റവും കൂടുതൽ അധ്യാപകരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, മാനുഫാക്ചർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നും. ഏറ്റവും മികച്ച അധ്യാപകർ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഇന്ത്യയിൽ നിന്നുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇത്രയും അധികം ടീച്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ രാജ്യത്ത് വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം, എന്ത് പഠിപ്പിക്കണം, ക്ലാസ് റൂം പ്രോസസ്സ് എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇത്രയും കാലം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ BEd കോളേജുകളുടെ സിലബസുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. NEP 2020 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓൾ ദീസ് തിങ്സ് ആർ ഔട്ട്ഡേറ്റഡ്. ഇതൊക്കെ കാലഹരണപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ട് മെത്തേഡിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും റീറ്റെയിൻ ചെയ്തേ പറ്റൂ. അതേ സമയത്ത് പുതിയ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. ദാറ്റ്സ് വൈ NEP 2020 envisages multidisciplinary colleges and universities from the clutches of the so-called TEIs, അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മീഡിയോക്കർ ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണ്ട. എനിക്ക് തോന്നുന്നു വളരെ സ്പെസിഫിക് ആണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ വളരെ ഉറച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഴകുഴമ്പനായിട്ട് പറഞ്ഞു പോകുന്നതിന് പകരം നോ മീഡിയോക്രിറ്റി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഒരു തരത്തിലുള്ള ഒരു ആവറേജ് തരത്തിലുള്ള അധ്യാപകരിന് ഇന്ത്യക്ക് വേണ്ട. ഞാനൊരു ആവറേജ് അധ്യാപകനാണെങ്കിൽ എന്നെക്കൊണ്ട് ഈ രാജ്യത്തിന്, ഈ രാഷ്ട്രത്തിന് ഒരു തരത്തിലുള്ള സേവനം ചെയ്യാൻ കഴിയില്ല. പിന്നെ അടുത്ത് വന്നിരിക്കുന്ന കമേഴ്സ്യലൈസേഷനാണ്. കമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കാശ് കൊടുത്ത അധ്യാപകരാകേണ്ട ഗതികേടുള്ളൊരു സംസ്ഥാനത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഒരുപാട് മാനേജ്മെൻറ്റുകൾ, അങ്ങനെ മാനേജ്മെൻറ്റുകളിൽ ലേലം വെച്ച് 30, 40, 50 ലക്ഷം കൊടുത്തിട്ട് അങ്ങനെ അധ്യാപന ഇതിൽ വരുന്നവർക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവരും മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്.
ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇത് ഏറ്റവും നല്ല അധ്യാപകർ ഈ രാജ്യത്തുണ്ടായാൽ മാത്രമേ ഏറ്റവും നല്ല വിദ്യാർത്ഥികളുണ്ടാവൂ. ഏറ്റവും നല്ല വിദ്യാർത്ഥികളുണ്ടായാൽ മാത്രമേ ഏറ്റവും നല്ലൊരു തലമുറ ഉണ്ടാവൂ. ഏറ്റവും നല്ലൊരു തലമുറ ഉണ്ടായാൽ മാത്രമേ ഏറ്റവും നല്ലൊരു രാഷ്ട്രമുണ്ടാവൂ എന്ന അതിമനോഹരമായ ഒരു കോൺസെപ്റ്റ് ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് BEd പ്രോഗ്രാമിന് NEP 2020 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം BEd ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഓൾറെഡി ചില സ്ഥാപനങ്ങളിൽ നടക്കുന്നു. ഈ നാഷണൽ NCERTയുടെ കീഴിലുള്ള ചില കോളേജുകൾ, RIE എന്നാണ് പറയുക, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ, നമുക്ക് കേരളത്തിൽ അതില്ല, നമുക്കുള്ളത് മൈസൂരാണ്. അവിടേക്ക് ഈ കോഴ്സ് നടക്കുന്നുണ്ട്. ഈ കോഴ്സ് നടക്കുന്നതിന് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴ്സിൽ ചേരുന്ന കുട്ടി ആത്യന്തികമായി സ്കൂൾ ടീച്ചറാവാനാണ് തയ്യാറായി വന്നിരിക്കുന്നത് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെയിൻ അല്ലെങ്കിൽ 2 മെയിൻ പ്രധാനപ്പെട്ട 2 സബ്ജക്റ്റ്, ഇപ്പോൾ ഒന്ന് ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ സുവോളജി ആണെങ്കിൽ ബോട്ടണി, അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ കെമിസ്ട്രി, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ 1-2 മെയിൻ പഠിപ്പിക്കുന്ന ഒരു ബിരുദ പഠനം നടക്കുന്നതിൻ്റെ ഇടയിലൂടെ ആദ്യത്തെ വർഷം തന്നെ ചെറിയ തോതിൽ ഇതിൻ്റെ ടീച്ചിങ് ആസ്പെക്റ്റ് എന്താണ്, എങ്ങനെയൊക്കെ ഈ സാധനം ഭാവിയിൽ നിങ്ങൾ ഈ കോഴ്സ് പൂർത്തിയാക്കിയിട്ട് ഇറങ്ങാം എന്നുള്ള തരത്തിലുള്ള കോഴ്സുകൾ നടക്കുന്നുണ്ട്. ആ കോഴ്സുകളിലേക്കാണ് NEP 2020 നമ്മളെ നിർബന്ധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലുള്ള ആദ്യം 1 കൊല്ലമായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞു 10 മാസം സെഷണൽ BEd ഉണ്ടായിരുന്നു. ലേറ്റർ ഇറ്റ് വാസ് ചേഞ്ച്ഡ് ടു 2 ഇയേഴ്സ്. ഞാനൊക്കെ ചെയ്ത് 1 ഇയറാണ്. 2 ഇയേഴ്സ്. ഈ 2 ഇയേഴ്സ് കൊണ്ടും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാം വലിയ സക്സസ്ഫുൾ ആയി എന്നുള്ളത്. അതേ സമയത്ത് 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ആകുമ്പോൾ ആ സബ്ജക്റ്റിൽ വളരെ നല്ല ഇൻഫർമേഷൻ ഈ വിദ്യാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്യും. ആ സബ്ജക്റ്റ് എങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞാൽ സ്കൂളുകളിലേക്ക് പഠിപ്പിക്കേണ്ടതെന്നുള്ളത് 1 കൊല്ലത്തെ പെട്ടെന്നുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിന് പകരം 4 വർഷം നീളുന്ന ഒരു സമയം കൊണ്ട് ഈ കുട്ടിക്ക് സ്വായത്തമാക്കാൻ കഴിയും എന്നുള്ള ഐഡിയ വെച്ചിട്ടാണ് ഈ 4 കൊല്ലത്തെ ഇൻ്റഗ്രേറ്റഡ് BEd ഈ NEP 2020 NVC ചെയ്തത്. ഇനി യൂണിവേഴ്സിറ്റികളിലേക്ക് വരാം. യൂണിവേഴ്സിറ്റികളിൽ NEP 2020 പറയുന്നു ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് ഇന്നോവേഷനാണ്. ഒരുപാട് ഗവേഷണങ്ങളും ഒരുപാട് ഗവേഷകരും നമുക്ക് ആവശ്യമുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള പുതിയതായ കാര്യങ്ങളാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. കാരണം നമ്മൾ ന്യൂ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. 2020 ആയി. ഈ വർഷം കോവിഡ് വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് നമ്മൾ എങ്ങനെയായിരിക്കും ഇന്ത്യ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോടുകൂടി നീങ്ങുമ്പോൾ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള യൂണിവേഴ്സിറ്റികളിൽ 2 തരത്തിലുള്ള പ്രയോറിറ്റികളാണ് ടീച്ചർ എഡ്യൂക്കേഷൻ നൽകുന്നത്. വൺ ഈസ് പ്രീ സർവീസ് കോച്ചിങ്. പ്രീ സർവീസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ അധ്യാപകനാവാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള മുൻകൂർ സർവീസ് കൊടുക്കുക. BEd കോഴ്സ് അടക്കം ഓഫർ ചെയ്യാം. രണ്ടാമത്തത് ഇൻ സർവീസ് പ്രോഗ്രാംസ് ആണ്. ഇൻ സർവീസ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അധ്യാപകരായിട്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇടയ്ക്കിടെ ട്രെയിനിങ് നൽകപ്പെടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുക. ആവശ്യമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു ഔട്ട്ഡേറ്റഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് അപ്ഡേറ്റഡ് എന്നുള്ളത്. അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇൻ സർവീസ്. ഇതിൻ്റെ കൂടെ റിസർച്ച് നടക്കണം. പല MA എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ MEd കോഴ്സുകളുണ്ട്. PhD ചെയ്യുന്നുണ്ട്. PhD ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ സ്കൂൾ ടീച്ചിങ്ങിലും ഉൾപ്പെടേണ്ടത് എന്നുള്ള തരത്തിൽ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് there should be a collaboration with other departments of the same university and the neighboring institutions including schools. നോക്കണം, ഇത് വളരെ ഈ NEP 2020 വളരെ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലൈസ് ചെയ്താൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മൾട്ടി ഡിസിപ്ലിനാരിറ്റി ഈസ് എ കമ്പൾസറി തിങ്.
കാരണം ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി ഞാൻ ഇംഗ്ലീഷ് മാത്രമേ എന്നോട് ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഒരു നിർബന്ധവുമില്ല. വിദ്യാർത്ഥിക്ക് പിന്നെ ഇംഗ്ലീഷ് അധ്യാപകൻ എന്നോട് മലയാളം കവിതയെക്കുറിച്ചോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ മോഹിനിയാട്ടത്തെക്കുറിച്ചോ അതുമല്ലെങ്കിൽ ഫോക്ലോറിനെ കുറിച്ചോ അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് വേദിക് പീരിയഡിലെ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടോ ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത് പറയാനുള്ള അർഹത എനിക്ക് ഉണ്ടാവണം. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് മൾട്ടി ഡിസിപ്ലിനാരിറ്റി. അപ്പോൾ ഈ മൾട്ടി ഡിസിപ്ലിനാരിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞു പിന്നെ എക്സ്പെർട്ടീസ് വേണം. ഈ എക്സ്പെർട്ടീസിനായിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യ എന്ന് പേരായ ഒരു സ്ഥാപനം ഏകദേശം പിന്നെ സെറ്റാക്കി വരാനുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കടന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റീസ്, സ്കൂൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകൾ, ആ സ്കൂളുകളിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിലെ അഡൽട്ട് എഡ്യൂക്കേഷൻ്റെ കൂടെ വരുന്ന വൊക്കേഷണൽ, കാരണം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വേറെ തന്നെ ഏരിയയാണ്. അതെനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോക്ക് കിട്ടും. ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് പെർഫെക്റ്റ് അമാൽഗമേഷൻ, അതാണ് NEP 2020 ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻവിസേജ് ചെയ്തത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 4 കൊല്ലത്തെ ഇൻ്റഗ്രേറ്റഡ് BEdനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് NEP പറയുന്നത് ഡ്യുവൽ മേജർ ലിബറൽ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നാണ്. ഡ്യുവൽ 2, മേജർ ലിബറൽ ബാച്ചിലേഴ്സ്. ഡ്യുവൽ മേജർ എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട ഐച്ഛികമായ വിഷയങ്ങൾ, അത് ലിബറൽ ആയിരിക്കണം. അപ്പോൾ എന്താണ് ലിബറൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ലിബറൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു സാധനം, കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള വലിയൊരു ആൻഷ്യൻ്റ് ഹിസ്റ്ററി ആൻഡ് പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റിൽ വെച്ച് നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എത്തുന്നു. അതിനിടയിൽ ഒരുപാട് സയൻസ് ആൻഡ് ടെക്നോളജി പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ ലിബറലായിട്ടുള്ള, ഒരു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഈ പേശി മുറുക്കങ്ങളും ഇല്ലാതെ, മസിൽ ടൈറ്റനിങ്ങും ഇല്ലാതെ വളരെ ലിബറലായിട്ടുള്ള വിഷയങ്ങൾ എന്തും ആയിക്കോട്ടെ, മേജർ 2 അങ്ങനെയുള്ള ഡിഗ്രി ആയിരിക്കണം. അതേ സമയത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അത്യാവശ്യം നല്ല കഴിവുള്ള വെറും ഡിഗ്രി മാത്രം ചെയ്ത് വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ടീച്ചർ ആവണം എന്നൊരാഗ്രഹം വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ചിട്ട് 2 കൊല്ലം ദൈർഘ്യമുള്ള BEd കോഴ്സുകൾ കൊടുക്കാം എന്നും കൂടി NEP 2020 പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ BEdൻ്റെ അല്ലെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷൻ നമ്മൾ ടീച്ചർ ട്രെയിനീസിനാണ് വിളിക്കുക. ഈ വിദ്യാർത്ഥികൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അവർ ട്രെയിനീസാണ്, പരിശീലകരാണ്. 1 കൊല്ലത്തെ പരിശീലനം കൊണ്ട് അവർ ടീച്ചറായി മാറുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ മിക്കവാറും ഇതുവരെയുള്ള നമ്മളിപ്പോൾ സംസാരിക്കുന്ന മൊമെൻ്റ് വരെയുള്ള എല്ലാ BEd ക്ലാസ്സുകളിലും അഡ്മിഷൻ നടക്കുന്നത് മാർക്ക് ബേസ് ചെയ്തിട്ടാണ്. അതായത് ഡിഗ്രിക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ കുട്ടി വാങ്ങിയ മാർക്ക് അനുസരിച്ചിട്ടാണ് ആ കുട്ടിയുടെ മെറിറ്റ് തീരുമാനിച്ചിട്ട് ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. NEP 2020 പറയുന്നു അഡ്മിഷൻ ഷുഡ് ബി ത്രൂ ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. ഇറ്റ് റിക്വയർസ് സം സ്കിൽസ്. ഇൻബോൺ ക്വാളിറ്റി ഉണ്ടാവാം. അതുകൊണ്ടാണ് പിന്നെ ടീച്ചർ ബൈ, ഞാൻ നേരത്തെ പറഞ്ഞു, ബൈ ചാൻസ് ബൈ ചോയ്സ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾ, ചില കുട്ടികൾ ചില കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് നല്ല ടീച്ചിങ് എബിലിറ്റിയുടെ കുട്ടികൾ പേഴ്സണലായിട്ട് വിളിച്ച് പറയാറുണ്ട്, ദർ ഇസ് എ ഗുഡ് ടീച്ചർ ഇൻ യു, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ട്രെയിൻ ദാറ്റ്. അപ്പം അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന അഭിരുചി. ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരാളെ നമ്മളെങ്ങനെ ടീച്ചറാക്കും? ഒരു ടേസ്റ്റും ഇല്ല, പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, ഇന്ന് മാനേജ്മെൻറ്റ് സ്കൂളിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ടീച്ചേഴ്സായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന്, കാരണം 2 മാസത്തെ വെക്കേഷൻ ഇതൊക്കെ മാറാൻ പോവാ. അത് മാറിയല്ല കുറേ കാര്യങ്ങളൊക്കെ. കോവിഡ് കഴിഞ്ഞാലുള്ള ടീച്ചറുടെ അവസ്ഥ എന്താണെന്നുള്ളത് അത് വേറെ തന്നെ ഒരു വിഷയമാണ്. അപ്പം ഈ ടെസ്റ്റ് നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒക്കെ ഭാഗങ്ങളിൽ ഞാനടക്കമുള്ള ആൾക്കാരാണ് ഉള്ളത്. കാരണം ഇതൊരു ബോഡിയാണ് NTA എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓഫീസും ഒരുപാട് ഇന്ത്യ മുഴുവൻ പരന്നു നടക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഒരുപാട് അധ്യാപകരൊക്കെ ഉള്ള. പിന്നെ ഈ NTA ആണ് ഇപ്പം നീറ്റ് പരീക്ഷയും നെറ്റ് പരീക്ഷയും അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് NTA യൂണിവേഴ്സിറ്റികൾക്ക്, കോളേജുകൾക്ക് കൊടുക്കുന്നു. അതിലൂടെ മാത്രമായിരിക്കണം അഡ്മിഷൻ എന്ന് NEP 2020 പറയുന്നു. ഫുൾ ടൈം പ്രോഗ്രാം മാത്രം പോരാ ടീച്ചർ എഡ്യൂക്കേഷനിൽ. കാരണം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ വഴിമാറിപ്പോയ ആൾക്കാർക്ക് ഒരു അധ്യാപകനാവണം എന്ന് തോന്നി,
അയാൾക്ക് പാർട്ട് ടൈമായിട്ട് കോഴ്സുകൾ ചെയ്യാം. വൈകുന്നേരം മാത്രം സൗകര്യത്തിലാണെങ്കിൽ ഈവനിങ് ബാച്ചുകളാവാം. ബ്ലെൻഡഡ് ബാച്ച്, അതൊരു പുതിയ സങ്കല്പമാണ്. ബ്ലെൻഡഡ്, നമ്മൾ എക്ലക്റ്റിക്കൽ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് പാർട്ട് ടൈം, കുറച്ച് ഈവനിങ്, കുറച്ച് ഓൺലൈൻ, കുറച്ച് ഫുൾ ടൈം. ഇതൊക്കെ NEP 2020 ഈ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ഉള്ളത് ഈ ടീച്ചേഴ്സ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ചിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത്, അതായത് ഗവേഷണങ്ങൾ വേണം. ഗവേഷണം ഇല്ലാണ്ട് നമ്മൾ ഒരു രാജ്യവും നന്നായ ഇതില്ല. കാരണം ഗവേഷണങ്ങളിലൂടെയാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. റിസർച്ച് ബേസ്ഡ് ടീച്ചർ പ്രിപ്പറേഷൻ വിത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ റിസർച്ചുകളിൽ കണ്ടെത്തും. ഇവിടെയാണ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉള്ളത്. കാരണം ഇതുകൊണ്ടാണ് ഈ NEP 2020 വന്നതിൻ്റെ പിറ്റേന്ന് ഒട്ടുമിക്ക പത്രങ്ങളിലും ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി സമീപിച്ച ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുവെങ്കിലും വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ള പാർട്ടിക്കാരുടെ പത്രങ്ങൾ ഇതിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അവർ നിശിതമായി വിമർശനമാവാം. കാരണം ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ഞാൻ എല്ലാവരോടും ഈ ഹായ് പറഞ്ഞ എല്ലാ ആൾക്കാരോടും തിരിച്ച് ഹായ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആരോ ഒരാൾ മെസ്സേജ് ഇട്ടു, ഭയങ്കര ജാടയാണ്, ഹായ് പറഞ്ഞ് തിരിച്ച് ഹായ് പറയുന്നില്ല. കാരണം അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് വഴിമാറേണ്ട വെച്ചിട്ടാണ്. അവസാനം അതിൽ ഗിവ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒരു ഡിസ്കഷൻ കൂടി ആവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ പറഞ്ഞ ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്നുള്ളതിൻ്റെ കൂടെ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് കൂടി വെക്കാമായിരുന്നു. അല്ലെങ്കിൽ അത് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യണമായിരുന്നു. കാരണം വെച്ചാൽ നമുക്കറിയാം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, മെക്കോളയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് ഇന്ത്യയിൽ കുറേ കാലം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എല്ലാ കാര്യങ്ങളും, ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ വിഭാഗത്തിൻ്റെയും എല്ലാ മതവിഭാഗത്തിൻ്റെയും എല്ലാ നമ്മുടെ സംസ്കാരത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരണം. ബട്ട് അലോങ് വിത്ത് ദാറ്റ് വൺ വി ഷുഡ് നോട്ട് ഫോർഗെറ്റ് അബൌട്ട് ദ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ്. കാരണം നമ്മൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബം എന്നൊക്കെ പറയുന്ന ഒരു വലിയ സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് നടക്കുന്ന രാഷ്ട്രത്തിൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളത്, ചൈനയിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ റഷ്യയിൽ എന്ത് നടക്കുന്നു, ഇത് രണ്ടും അല്ലെങ്കിൽ ജർമ്മനിയിൽ എന്ത് നടക്കുന്നു, അമേരിക്കയിൽ എന്ത് നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തി റിസർച്ച് ടൈറ്റൻ ചെയ്യണം എന്നുള്ള ഒരു അവിടെ ഗ്ലോബൽ എന്ന് പറയുന്നതിൽ ചെറിയ തരത്തിലുള്ള എന്താ പറയുക, ഒരു ചെറിയ അവ്യക്തതയുണ്ട്. അത് കുറച്ചും കൂടി നന്നായിരുന്നു അവിടെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. പിന്നെ പറയുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ്റെത് ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കൊളാബറേഷനാണ്. ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർട്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫൈൻ ആർട്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെർഫോമിംഗ് ആർട്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോക്ക് ആർട്സ്. 4 പ്രധാനപ്പെട്ട ആർട്സ്: കല, ഫൈൻ ആർട്സ്, പെർഫോമിംഗ് ആർട്സ്, നാടകം പോലത്തെ സാധനങ്ങൾ, ഫോക്ക് ആർട്സ്. ഇതൊക്കെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം. അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾ റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ BEd ചെയ്യാനോ MEd ചെയ്യാനോ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ടീച്ചറായി പുറത്തിറങ്ങുന്നതിന് മുമ്പ് എന്താണ് ഇന്ത്യയുടെ ഫോക്ക് ആർട്ട്, എന്താണ് ഇന്ത്യയുടെ പെർഫോമിംഗ് ആർട്ട്, അല്ലെങ്കിൽ എന്താണ് ഫൈൻ ആർട്സ്, എന്തൊക്കെ തരത്തിലുള്ള കരകൗശലം, അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ ടീച്ചർ വിൽ ബി ഏബിൾ ടു ഗോ ടു ദ സ്കൂൾസ് ആഫ്റ്റർ ദീസ് ടൈപ്സ് ഓഫ് കോഴ്സസ് ആൻഡ് ഹീ ക്യാൻ റിലേറ്റ് ഡയറക്ട്ലി ടു ഹിസ് ഓർ ഹെർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരും വൈറ്റ് കോളർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മാത്രമല്ലല്ലോ നമ്മളുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് PhD കുറിച്ചും മാസ്റ്റേഴ്സിനെ കുറിച്ചും പറയുന്ന സ്ഥലത്ത് ഈ NEP 2020 നിർബന്ധമായിട്ട് പറഞ്ഞ ഒരു കാര്യം, ഇപ്പം PhD ചെയ്യുന്ന എൻ്റെ കീഴിലൊക്കെ കുറേ വിദ്യാർത്ഥികൾ PhD ചെയ്യുന്നു. PhD ചെയ്യുമ്പോൾ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മിനിമം 3 വർഷമാണ് PhD പൂർത്തിയാക്കാൻ ആവശ്യമായ കാലയളവ്. അത് അതിന് എക്സ്റ്റൻഷൻ കിട്ടും, 4 വർഷം 5 വർഷം. പിന്നെ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ വിവാഹം, പ്രസവം എന്നൊക്കെ പറഞ്ഞ് ഇത് കിട്ടും. പക്ഷേ ഇത് നീണ്ടു ഒരു 8-10 കൊല്ലം ചെയ്തിട്ട് PhD പ്രൊഡ്യൂസ് ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ആദ്യത്തെ കഴിഞ്ഞ ഈ NEP വരുന്നതിന് മുമ്പ് ഇതുവരെ നമ്മൾ കൊണ്ടുപോകുന്നൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് വർക്ക് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നതാണ്. 6 മാസം എന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റൻസീവായിട്ട് റിസർച്ച് എത്തിക്സ്, എന്താണ് ഗവേഷണത്തിലെ എത്തിക്സ്,
റിസർച്ച് മെത്തഡോളജി, എന്താണ് ഗവേഷണത്തിൽ ഉപയോഗിക്കേണ്ട രീതിശാസ്ത്രം. വെറുതെ ഗവേഷണം എന്ന് പറഞ്ഞാൽ വെറുതെ കഥ എഴുതുന്നത് പോലും അല്ലെങ്കിൽ ഇതാക്കുന്നില്ല. അതുകൊണ്ടാണ് പല ടെക്സ്റ്റുകളെക്കുറിച്ച് ഗവേഷണം വളരെ ആധികാരികമായിട്ട് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു കോഴ്സ് വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് റിയൽ റിസർച്ചിലേക്ക് ഈ കുട്ടി ഇറങ്ങുന്നത്. ഇപ്പോഴത്തെ പുതിയ NEP-യുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ PhD-യുടെ പെഡഗോജി, എഡ്യൂക്കേഷൻ മാത്രമല്ല, ഏത് വിഷയത്തിൽ ഒരാൾ PhD ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ PhD-യുടെ പെഡഗോജിയിൽ നിർബന്ധമായിട്ടും 8 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും 2 കോഴ്സായിരുന്നു. ഒരു കോഴ്സ് നോർമലി 4 ക്രെഡിറ്റ് കോഴ്സാണ് നമ്മളിപ്പോൾ ഓഫർ ചെയ്യുന്നത്. 3 ക്രെഡിറ്റ് ആണെങ്കിൽ 3+3+2. 8 credit courses should be included on teaching. It's a wonderful observation. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് വർഷങ്ങളോളായിട്ട്. കാരണം എൻ്റെ കീഴിൽ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് ഞാൻ ചില ദിവസം പറയും, ഇന്ന ദിവസം എൻ്റെ ക്ലാസ് നീ എൻഗേജ് ചെയ്യണം. ഒന്നുകിൽ ആ കുട്ടികളുടെ പ്രസൻറ്റേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും ഡിസ്കഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ചെറിയ പോർഷൻ ഉണ്ട്. ഇന്നൊരു കവിത ഒരു 2 മണിക്കൂർ അവിടെ എൻ്റെ അവറുണ്ട്, അത് പഠിപ്പിച്ച് ചിലപ്പോൾ ഞാൻ പോയിരിക്കും. അത് കഴിഞ്ഞ് വിദ്യാർത്ഥികളോട് ഞാൻ ഫീഡ്ബാക്ക് ചോദിക്കും. ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. അത് റിസർച്ച്, ദേ ആർ അവർ റിസർച്ച് അസോസിയേറ്റ്സ്. ഫെലോഷിപ്പ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ PhD കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് അവർക്ക് ടീച്ചിങ് സ്കിൽസ് വളരെ നന്നായിട്ട് കിട്ടും. പക്ഷേ അത് മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകിച്ച് പാർട്ട് ടൈം റിസർച്ച് നടക്കുന്ന ഒരു സ്ഥലത്തും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ PhD-യുടെ പെഡഗോജിയിൽ, PhD-യുടെ കോഴ്സിൻ്റെ മൊത്തം ഒരു സ്ട്രക്ചറിൽ ഏത് വിഷയമായാലും, സയൻസ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് വിഷയത്തിലാണോ ഒരു കുട്ടി PhD-ക്ക് ജോയിൻ ചെയ്യാൻ വരുന്നത് ആ കുട്ടി നിർബന്ധമായിട്ടും 2 കോഴ്സ് ഇറ്റ് ഷുഡ് ബി ഓൺ ടീച്ചിങ്. കാരണം ഗവൺമെൻറ് മനസ്സിലാക്കുന്നത് PhD കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മിക്കവാറും ഒരു 70-80% വിദ്യാർത്ഥികൾ ജോലിയിലെത്തുന്ന ടീച്ചിങ് പ്രൊഫഷനിലേക്കാണ്. അല്ല സയൻറ്റിസ്റ്റോ മറ്റൊക്കെ ആണെങ്കിൽ ദേ ആർ ഓൾസോ സപ്പോസ് ടു ബി ഗുഡ് ടീച്ചേഴ്സ്. അപ്പോൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഇവരുടെ ഏരിയയിൽ ഏത് സബ്ജക്റ്റിലാണോ ആ സബ്ജക്റ്റിൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട 2, അതൊരു പുതിയ NEP 2020-യുടെ ഒരു പുതിയ ഒരു സജഷനാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത്, ഒരു പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യതയുള്ളത്, ഇത് ചിലപ്പോൾ ഈ 2 ക്രെഡിറ്റ് എന്നുള്ളത് ചിലപ്പോൾ ഒരു സെമസ്റ്ററിലോ 2 സെമസ്റ്ററിലോ നീണ്ടുപോവുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥിയുടെ PhD-യുടെ കോഴ്സ് മൊത്തമായിട്ടുള്ള വർക്ക് നീണ്ടുപോകുമോ എന്നൊരു ആശങ്കയ്ക്ക് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വർഷം ഈ PhD ചെയ്യുക എന്നുള്ളത് ഒരല്പം ഹെക്റ്റിക് ആയിരിക്കും. ഒരല്പം എന്താ പറയുക, നിന്ന് തിരിയാൻ സമയം, അല്ലെങ്കിൽ PhD ചെയ്യുന്ന ഒരാൾക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല. So we can say that this is one of the wonderful observations, but definitely there will be ഡിസഗ്രിമെൻറ്റ്സ്, ഡിസെൻസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അഭിപ്രായ വ്യത്യാസം നിർബന്ധമായിട്ടുണ്ടാവും. കാരണം എന്തിനാണ് PhD ചെയ്യുന്നത്, ഞാൻ ടീച്ചിങ്ങിലേക്ക് ചെയ്യുന്നത്, എനിക്കല്ലെങ്കിൽ 8 ക്രെഡിറ്റ് എന്തിനാണ് ഞാൻ എന്ത് ചെയ്യുന്നല്ലേ എന്ന് പറയുന്നൊരു സാധനം. പക്ഷേ നിർബന്ധമായിട്ടും ഒരു PhD സ്റ്റുഡൻറ്റ് ഷുഡ് ബി ഏബിൾ ടു become good teachers too, even though they are not going to be teachers later. എല്ലാ PhD-കാരും ടീച്ചേഴ്സ് ആവണമെന്നില്ല. ഈ സെക്ഷൻ തീരുകയാണ്. എനിക്ക് തന്ന സമയം ആയിക്കൊണ്ടിരുന്നത്. എനിക്ക് കുറച്ച് പ്രൊഫഷണൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറയാനുണ്ട്. NEP 2020 ടീച്ചർ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു തീർക്കുന്നത് 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വൺ ഈസ് HRDC. HRDC നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ടാകും. മുമ്പ് UGC-യുടെ ASC എന്താ പറയുക, അക്കാഡമിക് സ്റ്റാഫ് കോളേജ് എന്നൊക്കെയായിരുന്നു ഇതിന് പേരുണ്ടായിരുന്നത്. അതിൻ്റെ പേര് മാറ്റി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സെൻറ്ററായി. ഈ ഹ്യൂമൻ റിസോഴ്സ് സെൻറ്ററും കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, CPD എന്ന് പറയും, കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, CPDs, ഈ 2 മേഖലകളും ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് സ്ട്രെങ്തൻഡ്. ഈ 2 മേഖലകളുടെയും പ്രത്യേകത, HRDC-യിൽ നിന്നാണ് കോളേജ് അധ്യാപകരടക്കമുള്ള അധ്യാപകർക്ക്, യൂണിവേഴ്സിറ്റി അധ്യാപകരടക്കമുള്ള അധ്യാപകർക്ക് ആവശ്യമായ ഓറിയൻറ്റേഷൻ കോഴ്സസും റിഫ്രഷർ കോഴ്സസും കൊടുക്കുന്നത്. ആ കോഴ്സുകളെക്കുറിച്ച് ഒരുപാട്
പരാതികളുണ്ട്. ആ കോഴ്സുകൾ വെറുതെ നെയിം സേക്ക് നടത്തുന്ന ആൾക്കാരുണ്ട്, വളരെ നന്നായിട്ട് നടത്തുന്ന ആൾക്കാരുണ്ട്. അത് കുറച്ചുകൂടി CPDസും ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, കാരണം സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ അസസ്മെൻറ്റിലും ദേ ഓൾസോ ഷുഡ് ബി സ്ട്രെങ്തൻഡ്. സോ ദീസ് 2 തിങ്സ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് സ്ട്രെങ്തൻഡ് എന്ന് പറഞ്ഞിട്ടാണ് NEP 2020യുടെ ഈ നമ്മുടെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നുള്ള മേഖലയുടെ പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. ചെറിയ 2-3 മേഖലയിലുണ്ടാവാൻ സാധ്യതയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, കാരണം എനിക്ക് തോന്നുന്നു ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം എനിക്കിത് പിന്നെ ഇതൊക്കെ വളരെ ഫീസിബിളായിട്ട് തോന്നുന്നു. അതേസമയത്ത് ഈ കാര്യങ്ങൾ മറ്റ് സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു കോളേജിലോ മറ്റോ നോക്കുമ്പോൾ ഇതിലൊക്കെ കുറച്ച് നടക്കുമോ എന്നുള്ള ഒരു ആശങ്കയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആശങ്കയുടെ സാധ്യത ഇവിടെ ഇല്ല. കാരണം ഈ ആശങ്കകളൊന്നും ഇല്ലാതെ പിന്നെ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഒട്ടുമിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റികളും നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. എനിക്കുള്ളത് പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ്. ഞാൻ ഈ അടുത്തൊരു സിനിമയെ കണ്ടു. ഏത് കോഴ്സാണ് ചെയ്യുന്നത്, BTech ആണോ എന്ന് ചോദിച്ചിട്ട്, ഇത് സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള സിനിമയിൽ BTech ആണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു. അപ്പോൾ BTechകാരെ കുറിച്ച് വളരെ പുച്ഛത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു അവസരത്തിലാണ് ഞാനും നിങ്ങളും NEP 2020യുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ കുറച്ച് മുമ്പേ ഒരു ഏജൻസി, എനിക്ക് തോന്നുന്നു ഏത് ഏജൻസിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർ പറയുന്നത് 90% ഓഫ് ദ എഞ്ചിനീയേഴ്സ് കമ്മിങ് ഔട്ട് ഫ്രം ദ എഞ്ചിനീയറിംഗ് കോളേജസ് ഓഫ് കേരള ആർ നോട്ട് ഫിറ്റ് ടു ബി ക്ലാർക്സ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പുറത്തു വരുന്ന എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തു വരുന്ന വിദ്യാർത്ഥികളിൽ 90% ആൾക്കാർക്കും ഒരു ക്ലാർക്ക് ആവാനുള്ള കഴിവ് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി ഞാൻ വായിച്ചു. മുമ്പ് BTech ഭയങ്കര അഭിമാനത്തോടുകൂടി നമ്മൾ കൊണ്ടു നടന്ന ഒരു ഇതായിരുന്നു. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് ആവശ്യമായ, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് ആവശ്യമായിട്ട് ഇന്ത്യക്ക് സമ്മാനിക്കാൻ പാകത്തിലുള്ള ദ ബെസ്റ്റ് എഞ്ചിനീയേഴ്സ് ഇന്നും ആ ഒരു വേക്കൻസി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വി റിക്വയർ എ ലാർജ് നമ്പർ ഓഫ് ഹൈലി പ്രൊഫഷണലി ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ്. മറ്റു ഭാഗത്ത് ഇഷ്ടം പോലെ എഞ്ചിനീയറിംഗ് കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് വിത്തൗട്ട് ഹാവിങ് എനി എംപ്ലോയബിലിറ്റി. ഈ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് NEP 2020 പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ള മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ്. നമുക്ക് കേരളത്തിൽ മണ്ണൂത്തിയിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ വിത്ത് അലൈഡ് ഡിസിപ്ലിൻസ് വിൽ ബി റിവൈവ്ഡ് എന്നാണ് പറയുന്നത്. അപ്പം ഈ പിന്നെ what is it called? Agricultural education with allied disciplines will be revived. അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ വിത്ത് അലൈഡ് ഡിസിപ്ലിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട മറ്റ് മേഖലയുമായിട്ട് അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ മാറണം. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത, നമ്മുടെ മൊത്തം യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വെറും 9% മാത്രമേ രാജ്യത്ത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ഉള്ളൂ. ഈ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ വി നോ ദാറ്റ് ഇന്ത്യ ഈസ് വെരി ബാഡ്ലി ഇൻ നീഡ് ഓഫ് ഹൈലി പ്രൊഡക്റ്റീവ് റിസർച്ച് ഐറ്റംസ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ. നമ്മളുടെ എല്ലാ പിന്നെ എന്താ പറയുക, നമ്മൾ പറഞ്ഞുണ്ടാക്കിയ എല്ലാ സാധനവും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. കാരണം എന്താ, ഒരു കോവിഡ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് കാര്യം. ബേസിക് അമ്യൂണിറ്റീസിൻ്റെ കാര്യത്തിൽ വലിയ, ബട്ട് ഇന്ത്യ ഈസ് സ്റ്റിൽ വെരി സ്ട്രോങ്. വർഷങ്ങളോളം ആവശ്യമുള്ള ഭക്ഷ്യധാന്യം ഉണ്ട് എന്നൊക്കെ നമ്മുടെ ഗവൺമെൻറ് പറയുന്നുണ്ട്. പക്ഷേ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടണമെങ്കിൽ നല്ല സ്കിൽഡ്, പ്രൊഫഷണലി സ്കിൽഡ് ഗ്രാജുവേറ്റ്സ് ആൻഡ് ടെക്നീഷ്യൻസ് ഷുഡ് കം ഔട്ട്. സോ ഇതാണ് ഇവർ വളരെ കറക്റ്റായിട്ട് പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ NEP 2020 ഇത് ചെയ്യുന്നു. ഇവിടെ ചില ആൾക്കാർ എന്നോട് ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സംശയങ്ങളുടെ ഡിസ്കഷൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് ആക്കിയാൽ എനിക്ക് സൗകര്യവും നിങ്ങൾക്കും സൗകര്യവും.
മറ്റൊന്ന് വരുന്നത് ലീഗൽ എഡ്യൂക്കേഷനാണ്. ലീഗൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ ലോവർ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, ജുഡീഷ്യറിയുടെ ഏരിയയിൽ നല്ല മിടുക്കറായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലീഗൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് NEP ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഗ്ലോബൽ കോമ്പറ്റീഷന് ആവശ്യമായ കാര്യങ്ങൾ ഇപ്പം നിലനിൽക്കുന്ന ലീഗൽ യൂണിവേഴ്സിറ്റികളിലോ ലീഗൽ സ്റ്റഡീസിലോ വരുന്നില്ല.